ബാത്ത് കൊടുക്കുന്ന സമയത്ത് പേഷ്യന്റിനോട് നിർബന്ധമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അപ്പൊ അതിന് വെർബിന്റെ മീനിങ് ടു വാഷ് എന്നാണ്. അത് സ്റ്റൂട്ട്സൺ. മീനിങ് വരുന്നത് ടു സപ്പോർട്ട്. ഡ്രൈൻസി സിഷ് ഓഫ് ദി സൈഫ് ഇയറെ ഹൗട്ട് ഓഫ് ഡ്രൂക്സ്റ്റല്ലൻ. വാഷ് ചെയ്യാൻ തുടങ്ങി. ഇടയിൽ നമുക്ക് പേഷ്യന്റിനോട് ഇപ്പൊ ചോദിക്കണം, നിങ്ങൾ കംഫർട്ടബിൾ ആണോ, എല്ലാം ഓക്കെ ആണോ എന്ന് നമുക്ക് ചോദിക്കണമെങ്കിൽ എങ്ങനെ ചോദിക്കും? ഹലോ ഫ്രണ്ട്സ്, നിങ്ങൾ ജർമ്മനിയിൽ ഒരു നേഴ്സ് ആണെങ്കിൽ നിർബന്ധമായും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. കാരണം അത് 100% നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. അതായത് നിങ്ങളിപ്പോൾ ഒരു പേഷ്യന്റിനെ വാഷ് ചെയ്യുന്ന സമയത്ത്, വാഷ് എന്ന് പറഞ്ഞാൽ ഒരു ജർമ്മൻ വേർഡാണ്, മോർണിംഗ് കെയർ, അതായത് സ്പഞ്ച് ബാത്ത് കൊടുക്കുന്ന സമയത്ത് പേഷ്യന്റിനോട് നിർബന്ധമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അപ്പൊ അതിന് ഹെൽപ്ഫുൾ ആയിട്ടുള്ള കുറച്ച് വെർബുകളും കുറച്ച് ഡയലോഗുകളുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇതിനായിട്ട് ആദ്യം തന്നെ നമുക്ക് കുറച്ച് വെർബുകൾ പരിചയപ്പെടാം. അതിൽ ആദ്യത്തെ വെർബാണ് വാഷൻ. വാഷൻ എന്ന വെർബിന്റെ മീനിങ് ടു വാഷ് എന്നാണ്, അതായത് കഴുകുക. രണ്ടാമത്തെ വെർബ് റൈനിക്കൻ, മീനിങ് ടു ക്ലീൻ, ക്ലീൻ ചെയ്യുക. മൂന്നാമത്തെ വെർബ് അപ് ട്രോക്കനൻ, അതായത് ടു ഡ്രൈ, ഉണക്കുക. നാലാമത്തെ വെർബ് റസീറൻ. റസീറൻ എന്ന് പറഞ്ഞ വാക്കിന്റെ മീനിങ് ടു ഷേവ് എന്നാണ്, ഷേവ് ചെയ്യുക. അഞ്ചാമത്തെ വെർബാണ് ഐൻ ക്രീമൻ, മീനിങ് വരുന്നത് ടു അപ്ലൈ ക്രീം ഓർ ലോഷൻ. ആറാമത്തെ വെർബ് എന്ന് പറയുന്നത് കെമ്മൻ. കെമ്മൻ എന്ന് പറഞ്ഞാൽ ടു കോംബ്, അതായത് മുടി ചീകുന്നതിനൊക്കെ പറയുന്നതാണ് കെമ്മൻ. ഏഴാമത്തെ വെർബ് പറയുന്നത് ഡ്രയൻ. ഡ്രയൻ എന്ന് പറഞ്ഞാൽ ടു ടേൺ, പേഷ്യന്റിനെ തിരിക്കുക, അതാണ് മീനിങ് വരുന്നത്. എട്ടാമത്തെ വെർബ് എന്ന് പറയുന്നത് ലാഗേൺ എന്നാണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേർഡാണ് ഈ ബെഡ് റിഡൺ ആയിട്ടുള്ള പേഷ്യൻസിനൊക്കെ. അതിന്റെ മീനിങ് വരുന്നത് ടു പൊസിഷൻ, പേഷ്യൻസിനൊക്കെ പൊസിഷൻ ചെയ്യണതിന് ലാഗേൺ എന്നാണ് പറയുന്നത്. ഇനി ഒമ്പതാമത്തെ വെർബാണ് ഉണ്ടർസ്റ്റൂട്ട്സൺ, മീനിങ് വരുന്നത് ടു സപ്പോർട്ട്. പത്താമത്തെ വെർബ് യൂബർ പ്രൂഫൻ, മീനിങ് വരുന്നത് ടു എക്സാമിൻ. ഇനി നമുക്ക് ഈ വെർബുകൾ വെച്ചിട്ട് പേഷ്യൻസിനോട് സംസാരിക്കാൻ പറ്റുന്ന കുറച്ച് ഡയലോഗുകൾ പഠിക്കാം. അതായത് പേഷ്യന്റിന് സ്പഞ്ച് ബാത്ത് ചെയ്യുന്ന സമയത്ത് പേഷ്യൻ്റായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ഡയലോഗുകൾ. അതിൽ ആദ്യത്തെയാണ് ഇഹ് വാഷെ ഇയറൻ റൂക്കൻ. മീനിങ് വരുന്നത്, ഓൾറെഡി വാഷ് എന്നുള്ള വെർബ് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. അതിന്റെ മീനിങ് ടു വാഷ് എന്നാണ്, കഴുകുക. അപ്പൊ നമ്മൾ പേഷ്യന്റിനോട് പറയുകയാണ്, പുറം തുടയ്ക്കുന്നതിന് മുന്നേ പേഷ്യന്റിനോട് പറയാണ് ഇഹ് വാഷെ ഇയറൻ റൂക്കൻ. റൂക്കൻ എന്ന് പറഞ്ഞാൽ ബാക്ക് എന്നാണ് മീനിങ് വരുന്നത്. ഞാൻ താങ്കളുടെ പുറം തുടയ്ക്കാൻ പോവുകയാണ്. ഇനി രണ്ടാമത്തെ ഒരു ഡയലോഗ് നമുക്ക് നോക്കാം. ബിറ്റെ ഡ്രൈൻസി സിഷ് ഓഫ് ദി സൈറ്റ്. ഡ്രയൻ നമ്മൾ ഓൾറെഡി പഠിച്ചു. ഡ്രയൻ എന്ന് പറഞ്ഞാൽ ടു ടേൺ എന്നാണ്, തിരിയുക. നമ്മൾ പേഷ്യന്റിനോട് ഇപ്പൊ ബെഡ് റിഡൺ ആയിട്ടുള്ള, എന്നാലും കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാൻ പറ്റുന്ന പേഷ്യൻ്റ് ഒക്കെ ആണെങ്കിൽ നമ്മൾ പറയുകയാണ് ബിറ്റെ ഡ്രൈൻസി സിഷ് ഓഫ് ദി സൈറ്റ്, ദയവ് ചെയ്ത് അപ്പുറത്തെ സൈഡിലേക്ക് കിടക്കാനൊക്കെ. ഇനിയിപ്പോൾ നമ്മളൊരു പ്രത്യേകം റൈറ്റ് അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡ് പറയണമെങ്കിൽ അതിൻ്റെ കൂടെ ചേർത്താൽ മതി ബിറ്റെ ഡ്രൈൻസി സിഷ് ഓഫ് ദി റെക്റ്റെ സൈറ്റ്, അപ്പോൾ വലത്തോട്ട് തിരിയാൻ. ബിറ്റെ ഡ്രൈൻസി സിഷ് ഓഫ് ദി ലിങ്കെ സൈറ്റ്, മീനിങ് ലെഫ്റ്റിലോട്ട് തിരിയാൻ. ഇപ്പൊ നമ്മൾ പേഷ്യന്റിനോട് ലെഫ്റ്റും റൈറ്റും തിരിയാൻ വേണ്ടിയിട്ടുള്ള ഡയലോഗ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി അടുത്തത് നമ്മൾ പേഷ്യന്റിനോട് പറയാണ് മലർന്നു കിടക്കാൻ. അതെങ്ങനെ പറയേണ്ടതെന്ന് വെച്ചാല് ബിറ്റെ ലീഗൻസി സിഷ് ഔഫ് തെയിം റൂക്കൻ. ഔഫ് തെയിം റൂക്കൻ എന്ന് പറഞ്ഞാൽ തന്നെ മലർന്നു കിടക്കാന്നാണ് അതിന്റെ മീനിങ്. ബിറ്റെ ലീഗൻസി സിഷ് ഔഫ് തെയിം റൂക്കൻ. ഇനി അടുത്തൊരു വെർബ് ഞാൻ സെലക്ട് ചെയ്തേക്കുന്നത് ഐൻ ക്രീമൻ എന്നുള്ള വെർബാണ്. അതിന്റെ മീനിങ് നമ്മൾ ഓൾറെഡി പറഞ്ഞു, ടു അപ്ലൈ ക്രീം ഓർ ലോഷൻ. ഇതൊരു ഐൻ ക്രീം എന്ന് പറയുന്ന ഒരു വെർബ് ട്രെൻബാരെ വെർബാണ്. ട്രെൻബാരെ വെർബ് എന്ന് പറയുന്നത് നമ്മൾ ഈ വെർബിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് ഫ്രണ്ടിലും ഏറ്റവും അവസാനം വെക്കും അതിന്റെ ബാക്കി. അപ്പോൾ ഇഹ് ക്രേമെ ഇയറെ ഹൗട്ട് ഐൻ. ഇഹ് ക്രേമെ ഇയറെ ഹൗട്ട് ഐൻ. ഹൗട്ട് എന്ന് പറഞ്ഞാൽ വേർഡിന്റെ മീനിങ് സ്കിൻ ആണ്. അടുത്ത വെർബ് യൂബർ പ്രൂഫൻ. യൂബർ പ്രൂഫൻ എന്ന് പറഞ്ഞ വെർബിന്റെ മീനിങ് ടു എക്സാമിൻ. Ich überprüfe ihre Haut auf Druckstellen. ഡ്രൂക്സ്റ്റെല്ലന്റെ മീനിങ് പ്രഷർ സോർ എന്നാണ്. അപ്പൊ ഞാൻ നിങ്ങളുടെ സ്കിന്നില് പ്രഷർ സോറുകൾ ചെക്ക് ചെയ്യുകയാണ്, അതായത് എക്സാമിൻ ചെയ്യുകയാണ് എന്നാണ് ഈ വാക്കിന്റെ മീനിങ്. ഇവിടെ നമ്മൾ പേഷ്യന്റ് വാഷ് ചെയ്യണ സമയത്ത്, അതായത് സ്പഞ്ച് ബാത്ത് ചെയ്യണ സമയത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ ഏതൊക്കെ ഭാഗങ്ങളിലാണ് പെട്ടെന്ന് ബെഡ് സോറൊക്കെ വരാൻ ചാൻസ് എന്ന്. ആ ഭാഗങ്ങളൊക്കെ നമ്മൾ പ്രത്യേകം എക്സാമിൻ ചെയ്യണം. എന്തെങ്കിലും റെഡ്നെസ് എന്തെങ്കിലും കാണുകയാണെങ്കിൽ നമ്മൾ അപ്പം തന്നെ അത് നോട്ട് ചെയ്ത് മറ്റുള്ളവർക്ക് ഓവർ കൊടുക്കണം.
ഇപ്പൊ നമ്മൾ പേഷ്യന്റിന് വാഷണമൊക്കെ തുടങ്ങി, അതായത് പേഷ്യന്റിനെ വാഷ് ചെയ്യാൻ തുടങ്ങി. ഇടയിൽ നമുക്ക് പേഷ്യന്റിനോട് ഇപ്പൊ ചോദിക്കണം, നിങ്ങൾ കംഫർട്ടബിൾ ആണോ, എല്ലാം ഓക്കെ ആണോ എന്ന് നമുക്ക് ചോദിക്കണമെങ്കിൽ എങ്ങനെ ചോദിക്കും? അതിനുള്ള ഒരു ചോദ്യമാണ് ഫ്യൂലൻസി സിഷ് വോൾ. ഫ്യൂലൻസി സിഷ് വോൾ. വോൾ ഫ്യൂലൻ എന്നാണ് ഇതിന്റെ ഈ വെർബ്. പക്ഷെ ഇത് നേരത്തെ പറഞ്ഞ പോലെ ട്രൻബാരെ വെർബായ കാരണം സ്പ്ലിറ്റ് ചെയ്ത് എഴുതണം. അപ്പൊ നമ്മൾ പറയുന്നതാണ് ഫ്യൂലൻസി സിഷ് വോൾ. നമ്മൾ നേരത്തെ പറഞ്ഞു പേഷ്യന്റ് ബെഡിലാണ് കിടക്കുന്നത്. പക്ഷെ ഒരുവിധം ലെഫ്റ്റും റൈറ്റും ഒക്കെ തിരിയാൻ പറ്റുന്ന പേഷ്യന്റ് ആണെങ്കിൽ നമ്മൾ പേഷ്യന്റിനോട് അങ്ങോട്ട് പറയും വിറ്റ് ഡ്രൈൻസി സിഷ് ഓഫ് ദി റെക്ടർ സൈറ്റ് അല്ലെങ്കിൽ ലിങ്ക് സൈറ്റ്. ഇനിയിപ്പോ പേഷ്യന്റ് ഫുള്ളി ബെഡ് റിഡൻ ആണ്, പേഷ്യന്റ് ഒന്നും ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്നില്ല, നമ്മളായിട്ട് തിരിച്ച് പേഷ്യന്റിനെ കിടത്തണമെങ്കിൽ നമ്മൾ പേഷ്യന്റിനോട് തിരിച്ച് കിടത്തണേ മുന്നേ പറയണം. അതെങ്ങനെ പറയണമെന്ന് വെച്ചാൽ ഈ ഹെൽഫെ ഈനൻ സിഷ് ഉംസു ഡ്രൈൻ, ഞാൻ താങ്കളെ ഉംസു ഡ്രൈൻ എന്ന് പറഞ്ഞാൽ തിരിയാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. നേരത്തെ നമ്മൾ പറഞ്ഞു വാഷണമൊക്കെ തുടങ്ങി നമുക്ക് പേഷ്യന്റിനോട് കംഫർട്ടബിൾ ആണോ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് ഒരു ഡയലോഗ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമുക്ക് ഇടയിൽ ചോദിക്കാൻ പറ്റുന്ന വേറൊരു കാര്യമാണ് വേദന. എന്തെങ്കിലും വേദന ഉണ്ടെങ്കിൽ, ഞാൻ ചെയ്യുന്നതിന്റെ ഇടയിൽ എന്തെങ്കിലും വേദന ഉണ്ടെങ്കിൽ പറയണേ എന്ന് നമുക്ക് പേഷ്യന്റിനോട് പറയാം. അതിന് ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ബിറ്റെ സാഗൻ സി മിയ വെൻ സി ഷ്മാറ്റ്സൺ ഹാബൻ. ദയവ് ചെയ്ത് എന്നോട് പറയണം നിങ്ങൾക്ക് വേദന ഉണ്ടെങ്കിൽ. ഷ്മാറ്റ്സൺ എന്ന് പറഞ്ഞാൽ പെയിൻ എന്നാണ് മീനിങ് വരുന്നത്. ഇനി കുറച്ച് ഡിമെൻസ് ഒക്കെ ഉള്ള പേഷ്യൻസിന് നമ്മൾ വാഷം ചെയ്യാണ്, അല്ലെങ്കിൽ കുറച്ച് ഏജ് ആയിട്ടുള്ള പേഷ്യൻസിനൊക്കെ വാഷം ചെയ്യുകയാണെങ്കിൽ ഇവർ എപ്പോഴും നമ്മളോട് ചോദിക്കും കഴിഞ്ഞില്ലേ എന്ന്. അപ്പൊ നമുക്ക് പറയാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ഡയലോഗാണ് ഇഷ് ബിൻ ഗ്ലൈഷ് ഫാറ്റിഷ്. ഞാൻ ഇപ്പൊ കഴിയും, നമ്മുടെ വാഷണമൊക്കെ ഇപ്പൊ കഴിയുമെന്ന് നിങ്ങൾക്ക് പറയണമെങ്കിൽ ഇഷ് ബിൻ ഗ്ലൈഷ് ഫാറ്റിഷ്. ഇതിനിടയിൽ ഒരു ഡയലോഗ് ഞാൻ കൂട്ടിച്ചേർക്കാൻ മറന്നുപോയി. നമ്മൾ പേഷ്യന്റിനോട് പറയാണ് നിങ്ങളുടെ ഡ്രസ്സ് ഊരാൻ പറയാണ് വാഷിന് മുന്നായിട്ട്, അതായത് വാഷ് ചെയ്യണ മുന്നായിട്ട് പേഷ്യന്റിനോട് പറയാണ് നിങ്ങളുടെ ഡ്രസ്സ് ഊരാൻ. അതിന് പറയുന്നതാണ് ബിറ്റെ CNC ഇയറെ ഹെംഡ് ഔസ്. നിങ്ങളുടെ ഷർട്ട് അല്ലെങ്കിൽ ഏത് ഡ്രസ്സാണെങ്കിലും അത് ഊരാൻ പറയാണ് ബിറ്റെ CNC ഇയറെ ഹെംഡ് ഔസ്. ഇത്രയുമാണ് നമ്മൾ ബേസിക് ആയിട്ട് നമ്മൾ പേഷ്യന്റിനെ വാഷം ചെയ്യുന്ന സമയത്ത്. എപ്പോഴും വാഷം എന്ന് പറയുന്നത് പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. പേഷ്യന്റിനെ സ്പഞ്ച് ബാത്ത് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഉപയോഗിക്കുന്ന ഡയലോഗുകൾ. ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് വീഡിയോ ഒത്തിരി ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മുടെ ചാനലിൽ മറ്റ് വീഡിയോസും കണ്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി അറിയിക്കണം, ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ജെന്യുവനായിട്ട് പറഞ്ഞാലേ എനിക്കിനി മുന്നോട്ട് വീഡിയോസ് ഇടാനുള്ള ഒരു പ്രചോദനം ഉണ്ടായിരിക്കുള്ളൂ. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. സീ യു നെക്സ്റ്റ് ടൈം.